എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന 4 മാസത്തിലെ പെൻഷൻ തുകയായ 6400 രൂപ വീതം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടും കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലും പെൻഷൻ വിതരണത്തിലെ കാലതാമസവും സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് 2-3 മാസത്തിലെ പെൻഷൻ തുക ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന സൂചനകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പുറത്തുവന്നത്. ജനുവരി മാസം അവസാനത്തോടുകൂടി ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് LDF സർക്കാരിനെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന നീക്കം വരാൻ പോകുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ തിരക്കിട്ട ശ്രമം നടത്തുന്നതെന്നും പെൻഷൻ തുകയിൽ ഇതുവരെയും വർധനവ് വരുത്താതെ വരാൻ പോകുന്ന ബജറ്റിൽ വർധനവിനെ തിരക്കിട്ട് ഒരുങ്ങുന്നതെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത്. ക്രിസ്മസിനോട് അനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളോടൊപ്പം മറ്റു മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കൂടി വിതരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ 3 മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ തുക 2 ഗഡുക്കളായിട്ടും എത്തിച്ചേരുക. ആദ്യഘട്ട വിതരണത്തിലേക്കായി 3000 കോടി രൂപ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വായ്പ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതുകൂടാതെയാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി 1225 കോടി രൂപയുടെ കടപ്പത്ര ലേഖനം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്ബൽ പോർട്ടൽ വഴി ഇന്ന് നടത്താൻ പോകുന്നത്. ഈ തുക കൂടി ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച തന്നെ പുറത്തിറങ്ങിയേക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന സൂചനകൾ. ഡിസംബർ മാസം 25-ന് മുന്നോടിയായി ആദ്യഘട്ടം എന്നോണം ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം തന്നെയാവും എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി മറ്റ് ഗുണഭോക്താക്കളിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് മുകളിൽ ജീവിത സൗകര്യമുള്ള ഗുണഭോക്താക്കൾ പെൻഷൻ റദ്ദു ചെയ്യുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസുകളിൽ അറിയിപ്പ് നൽകണമെന്ന വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാർ അറിയിച്ചിട്ടുണ്ട്. അപേക്ഷകൾ തിങ്കളാഴ്ച മുതൽ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.